പെരിന്തൽമണ്ണ ദൃശ്യ കൊലപാതക കേസിലെ പ്രതി വിനീഷിനെ ഒരു മാസമായിട്ടും പിടികൂടാൻ സാധിക്കാതെ പോലീസ്. പ്രതിയെ തേടി ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോയ അന്വേഷണ സംഘങ്ങൾ കേരളത്തിലേക്ക് വെറും കൈയോടുകൂടി തിരിച്ചെത്തി. കഴിഞ്ഞ 27-നാണ് കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ശുചിമുറിയുടെ ഭിത്തി തുരന്ന് പ്രതി രക്ഷപ്പെട്ടത്. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ദൃശ്യ കൊലപാതക കേസിലെ പ്രതി വിനീഷ് ചാടിപ്പോയ സംഭവം നടന്ന് ഒരു മാസം പിന്നിടുമ്പോൾ തന്നെ അന്വേഷണം നിലച്ച മട്ടിലാണ്. കേരളത്തിന് പുറമെ അന്യ സംസ്ഥാനങ്ങളിലേക്കും പ്രതിക്കായി അന്വേഷണം വ്യാപകമാക്കിയിരുന്നു. പ്രതിയുടെ രൂപമാറ്റം വരുത്തിയ ചിത്രങ്ങൾ സഹിതമായിരുന്നു ആന്ധ്ര, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ തെരച്ചിൽ നടത്തിയത്. വിവിധയിടങ്ങളിലേക്ക് പോയ അന്വേഷണ സംഘങ്ങൾ ഇതിനോടകം തന്നെ കേരളത്തിലേക്ക് തിരിച്ചെത്തിക്കഴിഞ്ഞു. വിനീഷിനെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണം കേരളത്തിൽ തന്നെ നടത്താനാണ് പോലീസിന്റെ നീക്കം. പ്രതിക്ക് ആരുടെയെങ്കിലും സഹായം ലഭിക്കുന്നുണ്ടോ എന്നും കണ്ടെത്തും. ഇതിനായി ഇയാളുടെ ബന്ധുക്കളുടെയും മുൻ സുഹൃത്തുക്കളുടെയും ഫോൺ സംഭാഷണങ്ങൾ ഉൾപ്പെടെ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. ജയിലിൽ കഴിയവേ സെല്ലിൽ ഒപ്പമുണ്ടായിരുന്ന തടവുകാരിൽ നിന്നും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തും. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഇതുവരെ നടത്തിയ അന്വേഷണത്തിന്റെ പുരോഗതി വിലയിരുത്തി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയവെയാണ് മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് വിനീഷിനെ കുതിരവട്ടത്തെ കേന്ദ്രത്തിലെത്തിച്ചത്. ജനം, കോഴിക്കോട്.